ശ്രീദേവൽ എവിടെ പോയി? സ്റ്റാർട്ട് ചെയ്യാല്ലേ? ബാക്കിയുള്ളവരെ കാണുന്നില്ല. നമ്മളപ്പോ 6 ലെസൺ ആണ് കംപ്ലീറ്റ് ആക്കിയത് അല്ലേ? 6 ലെസൺ. അതില് പേജ് നമ്പർ 38 എടുത്ത എല്ലാവരും പേജ് നമ്പർ 38. പേജ് നമ്പർ 38 ഒരു വർക്ക് ഉണ്ട്. അതന്ന് പറഞ്ഞു തന്നിട്ടില്ല. അത് നിങ്ങൾ സ്വന്തം ചെയ്യണ്ടേ? അത് മിസ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ്. नीचे दिए गद्यांश को ध्यानपूर्वक पढ़कर दिए गए प्रश्नों के उत्तर लिखो എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ അതിന്റെ അർത്ഥം? താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ. ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആൻസർ നിങ്ങൾ ആ പാരഗ്രാഫിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോ പാരഗ്രാഫിൽ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരഗ്രാഫ് 2-3 പ്രാവശ്യം വായിക്കണം. വേഗം ക്വസ്റ്റ്യന്റെ ആൻസർ മലയാളത്തിൽ എഴുതുന്ന പോലെ വേഗം എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ ആൻസർ കുറച്ച് മുകളിലോട്ടായിരിക്കാം. വായിച്ച് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് പറഞ്ഞത്. മിസ് ഇപ്പൊ വായിക്കാം എന്താണത്. പേജ് നമ്പർ 38. ശ്രീദേവ് വരുന്നുണ്ടല്ലേ? ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നതാണോ? मैं वाइकाद तमिलनाडु का इतिहास बहुत प्राचीन है। यहाँ भारतीय संस्कृति की झलक सबसे अधिक दिखाई देती है। तमिलनाडु के निवासी परिश्रमी और कला से प्रेम करने वाले हैं। यहाँ घर घर में कर्नाटक संगीत और शास्त्रीय नृत्य को सीखने और अभ्यास करने की परंपरा है। जिस प्रकार उत्तर भारत में संत कबीर के दोहे प्रसिद्ध है, उसी प्रकार यहाँ संत कवि तिरुवल्लुवर के कुरल प्रसिद्ध है। प्रकृति की सुंदरता यहाँ सबको आकर्षित करती है। झरनों से बहता पानी और उसकी कड़कड़ ध्वनि देखने वालों को प्रसन्न करती है। प्राकृतिक संपदा से भरपूर इस राज्य के परिश्रमी लोगों का राज्य की उन्नति में योगदान है. തമിഴ്നാട്ടിലെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല അല്ലെ? തമിഴ്നാടിന്റെ സംസ്കാരം, തമിഴ്നാട്ടിലെ അതായത് സംസ്കാര രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അലൻ ജോസഫ്. ശ്രീദേവ് ഗുഡ് മോർണിംഗ്. ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഇല്ല. ഗുഡ് മോർണിംഗ്. ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 38 പാരഗ്രാഫ് എടുത്ത് വെച്ചേ. ശ്രീദേവ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ആ പാരഗ്രാഫ് ഇപ്പൊ വായിച്ചപ്പോ കുറച്ച് സെന്റൻസിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദിയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ് ഗദ്യാംശിക ഉചിത ശീർഷക ലിഖേ. ഇപ്പൊ എഴുതണ്ട, ഹോംവർക്ക് ആണ് നിങ്ങളത്. ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് ആണ്. ആ ഗദ്യഭാഗത്തിന് ഒരു ഹെഡിങ് കൊടുക്കണം, ഒരു പേര്. ഒരു പാഠഭാഗാന്ന് വിചാരിക്കും, അതിനൊരു പേര് നൽകണം നിങ്ങൾ. ആ ഗദ്യഭാഗത്തിന് ഒരു പേര് നിങ്ങൾ, ഒരു ശീർഷകം ഇടുക. ശീർഷകം മീൻസ് തലക്കെട്ട്, ഹെഡിങ് എന്ന് പറയും. അപ്പൊ ആ പാരഗ്രാഫ് വായിക്കുക. നിങ്ങൾ 8 പേരുണ്ടെങ്കിൽ 8 ആളും ഒരേ പേരിടുക. ഒറ്റക്കൊറ്റക്ക് ചെയ്യുമ്പോ ഇല്ല. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ 8 തലക്കെട്ടുണ്ടാവും, 8 ഹെഡിങ് ആയിരിക്കും നിങ്ങളെ ഭാഗത്ത് നിന്ന് വരിക. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾക്കുള്ള എക്സ്ട്രാ വർക്ക് അത്. അപ്പൊ അതൊന്ന് ചെയ്യണേ. നെക്സ്റ്റ്, തമിഴ്നാടു കെ നിവാസി കൈസേ ഹെ. തമിഴ്നാട്ടിലെ ജനങ്ങള് എങ്ങനെയാണ്?
അത് ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുക. ശ്രീദേവേ പേജ് നമ്പർ 38. അലൻ ജോസഫ് വീഡിയോ ഓൺ ചെയ്തേ. थर्ड है, आप कैसे कह सकते हैं कि यहाँ के लोग नृत्य संगीत से प्रेम करने वाले हैं? അതായത് നിങ്ങള് ആൻസർ നോട്ടിലാണോ എഴുതേണ്ടത്? എന്താണ് ഇതിന്റെ ആൻസർ നോട്ടില ലെസന്റെ കൂടെ തന്നെ എഴുതിയാൽ മതിയോ? നോട്ടിൽ എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ടിൽ എഴുതിക്കോ, പാരഗ്രാഫ് വായിക്കുക, ക്വസ്റ്റ്യൻ എഴുതുക, പാരഗ്രാഫ് ടെക്സ്റ്റ് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, പേജ് നമ്പർ നെറ്റ് മുകളിൽ വേണമെങ്കിൽ എഴുതിച്ചോ. പേജ് നമ്പർ 38 സൈഡിൽ വേണമെങ്കിൽ, അവിടെ വേണ്ട, ടെക്സ്റ്റിൽ എഴുതണ്ട, നോട്ടിൽ തന്നെ എഴുതിക്കോ. അതുപോലെ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങള് നൃത്തത്തോടും സംഗീതത്തോടും സ്നേഹിക്കുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അഭിപ്രായം എഴുതുക. നാലാമത്, തമിഴ്നാടിലെ പ്രസിദ്ധനായ കവിയുടെ പേര് എഴുതുക. പിന്നെ ആ തമിഴ്നാട് രാജ്യത്തിന്റെ പ്രകൃതി വർണ്ണന ഒരു 2-3 സെന്റൻസ് ആക്കിയിട്ട് പ്രകൃതി വർണ്ണിച്ചെഴുതുക. ഇത്രയുമാണ് ആ പാരഗ്രാഫ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് സ്വയം ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ ചെയ്തിട്ടൊന്ന് പരമാവധി എഴുതി അയക്കാൻ പറ്റും നോക്ക്. പിന്നെ താഴെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെന്ന്, സിഖ് ധർമ്മ സംസാർ കാ 5വാം സബ്സേ ബഡാ ധർമ്മ ഹെ. സിഖ് ധർമ്മമാണ് നമ്മുടെ ലോകത്തിലെ 5ാമത്തെ ധർമ്മം. സിഖ് ധർമ്മക്കെ പ്രഥം ഗുരു നാനാക്ക് ദേവ് ജി. സിഖ് ധർമ്മത്തിന്റെ ആദ്യത്തെ ഗുരു ആരാണ്? ഗുരു നാനാക്ക് ദേവ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സെന്റൻസ് കൊടുത്താൽ. ഓക്കെ, ഇനി പേജ് നമ്പർ 39 7th ലെസൺ ആണ് നമുക്ക് എടുക്കേണ്ടത്. അലൻ ജോസഫ് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തേ ഇരിക്കണ്ടു ക്ലാസ്സിലെ. അവന്റെ വീഡിയോ ഓണോ? ആരെ? അലന്റെ വീഡിയോ ഓൺ ആയിട്ടാ ഉള്ളത്? അവന് റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതാ നമുക്ക് കാണാത്തത്. അവരെ കാണുന്നില്ല. നോക്കേ, ഝാൻസി की रानी की समाधि पर on the monument of the queen of Jhansi. ഝാൻസി की रानी की समाधि पर. സമാധി, എന്താ സമാധി എന്ന് പറഞ്ഞാല്? സമാധി അവലോകനം മരിച്ചതിന് ശേഷമുള്ള അല്ലെ, മരണവുമായി ബന്ധപ്പെട്ടല്ലേ സമാധി അല്ലെ? സമാധിയാവുക പറഞ്ഞാൽ മരിക്കുക. അപ്പൊ ഝാൻസി റാണിയുടെ ആ മരണത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, മറന്നുപോയിട്ടുണ്ടോ? പ്രസന്റ് എല്ലാരും ടൈപ്പ് ചെയ്തല്ലോ, ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യണ്ടോ? കവിത കാ പരിചയം, കവിതയെ പരിചയപ്പെടുത്തരാം. इस कविता में झांसी की रानी वीरांगना लक्ष्मीबाई की समाधि का वर्णन करते हुए उनकी जीवन गाथा को बताया गया है. ഈ കവിതയിലെ ഝാൻസി की റാണി ലക്ഷ്മിബായിയുടെ ആ മരിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് അതുവരെ ഉണ്ടായിരുന്ന ജീവിത ചരിത്രമാണ്, പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കവിത കാ ഉദ്ദേശ്, ഈ കവിത തന്നെ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്താണ്? विद्यार्थियों को देशभक्ति तथा साहसपूर्ण कार्यों के लिए प्रेरित करना. അതായത് വിദ്യാർത്ഥികളുടെ ഇടയിലെ രാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും പിന്നെയോ ധൈര്യപൂർവമായിട്ട് ഏത് പ്രവൃത്തിയും മുന്നിലോട്ട് കൊണ്ടുപോകാൻ, ധൈര്യത്തോടെ മുന്നേറാനും വേണ്ടിയിട്ടാണ്. ധൈര്യത്തോടെ എന്തും നേരിടാനുള്ള ശക്തി നേടുക എന്നതാണ് ഈ പോയം നിങ്ങൾക്ക് തന്നത്. എന്താ നിങ്ങൾക്ക് ഈ പോയം തന്നെ മനസ്സിലായ? രാജ്യത്തെ സ്നേഹിക്കാൻ, രാജ്യത്തെ സേവിക്കാൻ പഠിക്കാനും പിന്നെ ധൈര്യത്തോടെ എന്ത് കാര്യത്തിന് മുന്നില് ഇറങ്ങാനും അല്ലെ ശക്തി നൽകും. എന്താണ് പാഠത്തിന്റെ പേര്? ഝാൻസി की रानी की समाधि पर. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ എക്സാം? നല്ല മാർക്ക് ഉണ്ട് എല്ലാവർക്കും? ഉണ്ട്? എല്ലാവരും നന്നായി പഠിച്ചിട്ട് എഴുതി അല്ലെ? പേപ്പർ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്?
8 പേർക്കും പേപ്പർ കിട്ടിയില്ലേ? ആൻസർ ഷീറ്റ് കിട്ടിയില്ലേ? അപ്പൊ നിങ്ങളോട് ഹോംവർക്ക് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറയുന്നതിന്റെ കാരണം എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പേപ്പറിൽ മാർക്ക് വരുമ്പോഴാണ് അയ്യോ എന്നായതല്ലേ. കാരണം കൃത്യമായി ഹോംവർക്ക് ചെയ്ത് അയക്കുന്നവർക്ക് എല്ലാത്തിനും അതുപോലെ കൃത്യമായി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? 10 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അല്ലേ? ആ 10 മാർക്ക് അന്നേ നിങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ ആ 10 മാർക്ക് ഫുള്ളും കിട്ടൂലേ? 10 ഇല്ലെങ്കിൽ 9 കിട്ടൂലേ? വെറുതെ കിട്ടുന്നല്ലേ അത്? കുറച്ചു പേർക്ക് 9 കിട്ടിയിട്ടുണ്ടല്ലേ, നന്നായി ചെയ്യുന്നവർക്ക്. മടിയന്മാർക്ക് അതില്ല. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഓർമ്മിച്ചോ, നിങ്ങൾക്ക് ഇന്ന് മുതലേ മടി ഉണ്ടാവാൻ പാടില്ല. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്ത് അയക്കണം തന്നെ. അലസത പാടില്ല. ഓക്കെ, അപ്പൊ മിസ്സ പോയം വായിച്ചുതരാം. इस समाधि में छिपी हुई है एक राख की ढेरी, जलकर जिसने स्वतंत्रता की दिव्य आरती फेरी. यह समाधि लघु समाधि है झांसी रानी की, अंतिम लीला स्थली यही है लक्ष्मी मर्दानी की. इस समाधि में छिपी हुई है एक राख की ढेरी, जलकर जिसने स्वतंत्रता की दिव्य आरती फेरी. എന്താ ഈ രാഖ് എന്ന് പറഞ്ഞാൽ? രാഖ് എന്ന് പറഞ്ഞാൽ അറിയാം, ചാരം, വെണ്ണീർ എന്ന് പറഞ്ഞില്ലേ നമ്മളെ? ഭസ്മം, വെണ്ണീര്, ചാരം മീൻസ് നമ്മൾ കത്തിച്ച് ഉണ്ടാവുന്ന ആ പൊടി, ഭസ്മം, അതാണ് രാഖ്. അപ്പൊ ഇവിടെ നോക്ക്, ഈ സമാധിമേ ചിപി ഹുയി ഹേ ഏക് രാഖ് കി ധാരി. ഈ മരണത്തില് അല്ലെങ്കിൽ ഈ വെണ്ണീരിനുള്ളില്, ശ്രേയ ഗുഡ് മോർണിംഗ്, വൈ ആർ യു ലേറ്റ്? ഗുഡ് മോർണിംഗ് മിസ്. മിസ് ലാപ്ടോപ്പ് ഓണാവുന്നില്ലായിരുന്നു. ലാപ്ടോപ്പ് ഓണാവുന്നില്ലായിരുന്നു മിസ് കേട്ടില്ല. മിസ്സേ രാവിലെ ലാപ്ടോപ്പ് ഓണാവുന്നില്ലായിരുന്നു മിസ്സേ. ഓണാവുന്നില്ലായിരുന്നു അല്ലേ? അതിനും വല്ലപ്പോഴും വല്ലതും കഴിക്കാൻ കൊടുക്കണേ. അപ്പൊ നോക്കുക, ഈ സമാധിമേ, അപ്പൊ ഈ മരണത്തില് എന്ത് ഒളിച്ചിരിക്കുന്നുണ്ട്? ഏക് രാഖ് കി ഢേരി, ഈ വെണ്ണീരിൽ, ഈ ചാരത്തില്. പേജ് നമ്പർ 39 ആണ് ശ്രേയ പറഞ്ഞത്. 38ലെ വർക്ക്, ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ ആൻസർ സ്വന്തം കണ്ടുപിടിച്ച് എഴുതണം. 38ലെ വർക്ക് ഹോംവർക്കാണ് ഇന്നത്തെ, സ്വയം ചെയ്യേണ്ടതാണ്. സ്വന്തമായിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് എഴുതി അയച്ചു തരണം. 39ലെ ഝാൻസി കി റാണിക്ക് സമാധി പറാണ് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ ഈ മരണത്തിനുള്ളില് അല്ലെങ്കിൽ ഈ വെണ്ണീരിന്, ഈ ചാരത്തിനുള്ളില് വലിയൊരു കഥ അടങ്ങിയിട്ടുണ്ട്. ആരുടെ ചാരത്തിനുള്ളില്? ഝാൻസി റാണിയുടെ അല്ലെ? ജലിക്കർ ജിസ്നെ സ്വതന്ത്രതാക്കി ദിവ്യാരതി ഫേരി. നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നല്ലൊരു വനിതയുടെ, ഒരു സ്ത്രീയുടെ കഥയുണ്ടായിരുന്നു ഈ ചാരത്തിനുള്ളില്. ചാരത്തിനുള്ളില്? ഝാൻസി റാണിയുടെ ചാരത്തിനുള്ളിൽ അല്ലെ? യഹ് സമാധി യഹ് ലഘു സമാധി ഹേ ഝാൻസി കി റാണി കി. ഇത് ഒരു സമാധി തന്നെയാണ്, ചെറിയൊരു സമാധി തന്നെയാണ്. പക്ഷേ ആരുടേതാണ് ആ ലഘു സമാധി? ഝാൻസി കി റാണി, ഝാൻസി റാണിയുടെ, ലക്ഷ്മിബായിയുടെ. അന്തിം ലീല സ്ഥലി യഹി ഹേ ലക്ഷ്മി മർദാനി കി. മർദാനി എന്ന് പറഞ്ഞാല് മർദ് എന്ന് പറഞ്ഞാല് പുരുഷന്മാരെന്നർത്ഥം. പുരുഷന്മാരുടെ, നമ്മളെ ആത്മീ പുരുഷൻ എന്ന് പറയുന്നില്ലേ ഹിന്ദിയില്, അതിന്റെ വേറൊരു മീനിങ് ആണ് മർദ്. അപ്പൊ മർദാനി എന്ന് പറഞ്ഞാല് ആ പുരുഷന്മാരെ പോലെ ധൈര്യമുള്ളവള് എന്നർത്ഥം. മർദാനി പുരുഷന്മാരെ അത്രയും മനക്കെട്ടി, അതായത് ധൈര്യമുള്ളവളാണ് ആര്? ഝാൻസി റാണി. ലീലാസ്ഥലി എന്ന് പറഞ്ഞാല് അറിയാം? ആ മേഖല, ആ പ്രവർത്തിച്ച മേഖല ഇതാണ്, അതായത് യുദ്ധം ചെയ്തല്ലേ. അന്തിം ലീലാസ്ഥലി യഹി ഹേ ലക്ഷ്മി മർദാനി കി.
അതായത് ഝാൻസി റാണി എങ്ങനെയാണ്? പുരുഷന്മാരിലും ധൈര്യമുള്ളവളാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മർദാനി. മർദാനി മീൻസ് പുരുഷന്മാരെ പോലെ തുല്യനായ ആര്? ഝാൻസി റാണി. അത്രയും ധൈര്യമുള്ളവൾ എന്നർത്ഥം. यही कहीं पर बिगड़ गई वह भग्न विजयी माला सी, उसके फूल हम संजित है यह स्मृतिशाला सी. यही कहीं पर बिगड़ गई है वह, അവൾ ഇവിടെയൊക്കെ വിതറിയിട്ടുണ്ടെന്ന്. ഭഗ്നി വിജയി മാല സി, ഒരു വിജയത്തിന്റെ ആ വിജയത്തിന്റെ പൂക്കളുടെ ഇതളുകളൊക്കെ അവള് ഇവിടെയൊക്കെ വിതറിയിട്ടുണ്ട്. എവൾ? ഝാൻസി റാണി അല്ലെ. ഉസ്കെ ഫൂൽ ഹം സഞ്ജിത് ഹേ, അവളുടെ പൂ എന്ന് പറഞ്ഞത് പുഷ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ. യഹ് സ്മൃതി ശാലാസി, ഇപ്പൊ എവിടെയത്? അത് ആ സമാധി അടക്കിയ സ്ഥലത്ത്. സഹേ വാർ പർ വാർ അന്ത് തക് ലഡി വീർ ബാലാസി, ആഹുദി സി ചടി ചിത്ത പർ ചമക് കുടി ജ്വാലാസി. അവള് അത് യുദ്ധം ചെയ്തിട്ട്, അതായത് ഒരുപാട് യോദ്ധാക്കളുടെ ഇടയിൽ യുദ്ധം ചെയ്ത് പൊരുതിയിട്ടാണ് അവസാനാണ് ആര് മരിക്കുന്നത്? റാണി ലക്ഷ്മിബായി. बढ़ जाता है मानवीर का रण में बलि होने से, मूल्यवती होती सोने की भस्म यथा सोने. അപ്പൊ വീരയോദ്ധാവാണ് അല്ലെ. അപ്പൊ നല്ല ധൈര്യവതിയാണ്. അപ്പൊ അവരുടെ രക്തം ഇവിടെ ബലിയർപ്പിച്ചിട്ടാണുള്ളത്. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചിട്ടാണുള്ളത്. അപ്പൊ അവരുടെ ആ ഭസ്മം എന്ന് പറഞ്ഞത് സോനേക്കി ഭസ്മ ഹേ. സോനേക്കി ഭസ്മം എന്ന് പറഞ്ഞാല് സ്വർണത്തിന്റെ ഭസ്മമാണെന്ന് പറഞ്ഞാല് അത്രയും ആ മരണത്തിന്റെ ആ ഭസ്മത്തിന് ആ ചാരത്തിന് വിലയുണ്ട്, മൂല്യമുണ്ട് എന്നാണ് അർത്ഥം. വെറുതെ അങ്ങ് മരിച്ചു പോയതല്ല അല്ലെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ചതാണ്. റാണി സേ ഭി അധിക് ഹമേ അബ് യഹ് സമാധി ഹേ പ്യാരി, യഹാം നിഹിത് ഹേ സ്വതന്ത്രതാ കി ആശാ കി ചിങ്കാരി. ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് കാണിക്കുന്നത്. റാണി ലക്ഷ്മിബായി മരിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ അടയാളം. അത് നമുക്ക് നേടിത്തന്നിട്ടാണ് നമ്മുടെ സ്നേഹവതിയെ, നമ്മുടെ ഇഷ്ടപ്പെട്ട റാണി ലക്ഷ്മിബായി മരണപ്പെട്ടത് അല്ലേ. നെക്സ്റ്റ് പേജ്. इससे भी सुंदर समाधियां हम जब में है पाते, उनकी गाथा पर निषीध में क्षुद्र जंतु ही गाते. ഈ മനോഹരമായ സമാധി നമ്മൾ എപ്പോഴും ആരുടെയും മരണവും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. നമ്മൾ ഇഷ്ടപ്പെടുക? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നല്ല തന്നെ മരിച്ചോട്ടെന്നായിരിക്കും നമ്മള്. ഇല്ല. എന്നാലും എല്ലാരും വായി തന്നെ എത്ര ദുഷ്ടനായാലും അയ്യോ മരിച്ചല്ലോ നമ്മൾ അങ്ങനെ പറയലോ. എന്ത് ദുഷ്ടത്തരം ചെയ്ത് മരിച്ചാലും എത്ര ക്രൂരനായാലും മരിച്ചു കഴിയുമ്പോ നമ്മുടെ വായിന്ന് എന്തേ വീഴൂ? ഓ അയ്യോ മരിച്ചല്ലോ അല്ലേ, അയാളും മരിച്ചല്ലോ അല്ലെങ്കിൽ അവളും മരിച്ചല്ലോ, അങ്ങനെ പറയലൂ. അപ്പൊ അതുപോലെ ഇവിടെ എന്താ പറഞ്ഞേ? ഹം ജഗ്മേ ഹേ, നമ്മള് ലോകം മുഴുവനും എങ്കിലും ആ ഝാൻസി റാണി ലക്ഷ്മിബായി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകം മുഴുവൻ ഇപ്പോഴും ആരുടെ കഥ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്? റാണി ലക്ഷ്മിബായി. ഇപ്പൊ സജിത മിസ്സെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും എന്റെ പേര് പാടിക്കൊണ്ടുപോവാ? ഇല്ല, ആരും പാടൂല അല്ലെ. ആരെങ്കിലും പാടുവാ? ഇങ്ങനത്തെ ഇങ്ങനെ എപ്പോഴും ഓർത്തോണ്ടേ ഇരിക്കുക. ആദ്യത്തെ 1-2 വർഷം ഓർക്കുമായിരിക്കും, ആ ഈ ഡേറ്റിനാണ് സജിത മിസ് മരിച്ചതെന്ന്. ആ 2 വർഷം 2-3 വർഷം കുടുംബക്കാരെ ഓർമ്മയ്ക്കും. കുറച്ച് നാള് കഴിയുമ്പോ ഇങ്ങനെ ഒരാളെ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ റാണി ലക്ഷ്മിബായി മരിച്ചിട്ട് നമ്മൾ ഇന്നും ഓർക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? നമ്മളെ രാഷ്ട്രത്തെ സേവിച്ചോണ്ടാണ് അല്ലെ, നല്ല പ്രവൃത്തികള് ചെയ്തോണ്ടാണ്. മിസ് ഇതുവരെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മിസ്സിനെ ആരും അങ്ങനെ ഓർക്കണം എന്നില്ല. അപ്പൊ ഇവിടെ നോക്ക്, ഉൻകി ഗാഥാ പർ നിഷീധ് മീൻസ് രാത്രി, നിഷീധിനി രാത്രിയുടെ പര്യായ പദമാണ് നിഷീധിനി. ഈ രാത്രിയിൽ പോലും ആരുടെ വീരഗാഥ പാടും? റാണി ലക്ഷ്മിബായിയുടെ. ആരൊക്കെ?
ക്ഷുദ്രജന്തു ഹി ഗാത്തെ. ക്ഷുദ്രജന്തുവിനാൽ ദുഷ്ട മൃഗങ്ങൾ കൂടി റാണി ലക്ഷ്മിബായിയുടെ വീരകഥകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു, ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന പറഞ്ഞു. ദുഷ്ടന്മാരായ മൃഗങ്ങൾ കൂടി അവരുടെ വീരകഥകള് പറയുന്നുണ്ട്. पर कवियों की अमर गिरा में इसकी अमिट कहानी स्नेह और श्रद्धा से गाती है वीरों की बानी. പല കവികളും കവിതകള്, കഥകള്, ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് റാണി ലക്ഷ്മിബായിനെ കുറിച്ച്. സ്നേഹത്തോടെ ശ്രദ്ധയോടെ പാടിയിട്ടുണ്ട്. ആരുടെ പാട്ട്? വീരോं की बानी, ഝാൻസി റാണിയെ കുറിച്ച്. बुंदेले हर बोलों के मुख हमने सुनी कहानी थी, खूब लड़ी मर्दानी तो. झांसी वाली रानी थी. यह समाधि, यह चिर समाधि है झांसी रानी की. अंतिम लीला स्थली ही है लक्ष्मी मर्दानी की. बुंदेले हर बोलों के मुख हमने सुनी कहानी भी. അതായത് ബുന്ദേൽഖണ്ഡിൽ ജനിച്ച അവരുടെ കഥകള് മുഴുവൻ നമ്മള് ഒരുപാട് കഥകള് പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഭൂബിലടി മർദാനി ബഹുതോ ഝാൻസി വാലി റാണി ഥി. നന്നായിട്ട് യുദ്ധം ചെയ്ത് പൊരുതി മരിച്ച, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ആരുടെ കഥ? ഝാൻസി വാലി റാണി ഥി. ഝാൻസി റാണി അഥവാ ലക്ഷ്മിബായിയുടെ കഥ. ഏത് സമാധി, ഏത് ചിര സമാധി ഹേ ഝാൻസി റാണി ഥി. ഈ സമാധി എന്ന് പറഞ്ഞ ആരുടേതാണ്? നമ്മുടെ ഝാൻസി റാണിയുടേതാണ്. അന്തിം ലീലാസ്ഥലി യഹി ഹേ ലക്ഷ്മി മർദാനി. അവരുടെ ജീവിത ചക്രം എന്ന് പറഞ്ഞത് എവിടെയാണ്? യുദ്ധത്തിലാണ്. ജീവിതം മുഴുവനും യുദ്ധത്തില് ജീവിച്ചു തീർത്തവളാണ് ആര്? ഝാൻസി റാണി. ഝാൻസി റാണി അഥവാ ലക്ഷ്മിബായി ആരെ പോലെയാണ്? മർദാനിക്ക്. മർദാനി മീൻസ് പുരുഷന്മാരുടെ തുല്യം ധൈര്യമുള്ളവൾ. അവളുടെ കഥയാണ് ഇന്നും എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയ കവിതയാണ് കേട്ടോ. ഹിന്ദിയിലെ പ്രശസ്ത കവിയാണ് സുഭദ്രകുമാരി ചൗഹാൻ. സുഭദ്രാകുമാരി ചൗഹാൻ. അത് നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കൂലേ? വീട്ടിന്ന് എല്ലാരും ഒരു പ്രാവശ്യം വായിക്കൂലേ? ഇന്ന് വീട്ടിൽ നിന്ന് വായിക്കുക. ആ ഹോംവർക്ക് എഴുതിയതിനു ശേഷം ഒരു പ്രാവശ്യം വായിക്കണേ. ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം വായിക്കേ. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ എല്ലാവരും കൊണ്ട് ഒന്ന് വായിപ്പിക്കാം. അപ്പൊ അതില് ആ പാഠഭാഗം മനസ്സിലായോ? റാണി ലക്ഷ്മിബായിനെ കുറിച്ച് മനസ്സിലായോ? ക്ലിയർ ആയോ? ദിയനെ കാണാത്തോണ്ട്. ശ്രീദേവേ ഓക്കെ ആണോ? അലൻ ഉണ്ടോ അവിടെ തന്നെ? അതില് വേർഡ് മീനിങ് കുറച്ചുണ്ടോ? നിങ്ങൾ എടുത്ത് എഴുതൂലേ? അവന് മിസ് വായിച്ചു തരുന്നില്ലല്ലോ. ചെറിയ മക്കളല്ല, കുറച്ച് വലിയ മക്കളായി. അപ്പൊ നിങ്ങൾ തന്നെ സ്വന്തം എഴുതുക. വേർഡ് മീനിങ് എടുത്ത് എഴുതുക. സമാധി ടോം, രാഗ് ആഷസ്, ലഘു സ്മോൾ, ലീലാസ്ഥലി ഏരിയ ഓഫ് വർക്ക്. ഓ ഈ പാഠം മുതൽ സെമസ്റ്റർ 2 ആയിട്ടല്ലേ വരുന്നേ? ഈ പാഠം മുതൽ സെമസ്റ്റർ 2 ആയിട്ടല്ലേ വരുന്നേ? ആ സെമസ്റ്റർ 2 ആയിട്ട്. മിസ് തൊട്ട് പുറകിലുള്ള പാഠമൊന്നുമില്ലല്ലേ? എന്താ ഫൈത്തെ? ഒന്നുമില്ല. ഇനി സെമസ്റ്റർ 2-ന് ഈ പാഠം മുതൽ പഠിക്കുക. ഈ പാഠം മുതൽ ഇതിന് മുമ്പത്തെ പാഠം പഠിച്ചു വെക്കണം. ഒരു 25% മാർക്ക് 1 മുതൽ 6 വരെയുള്ള പാഠത്തിനും 75% ഇനി മുതൽ എടുക്കുന്ന അങ്ങോട്ടുള്ള പാഠത്തിനും. ഓക്കെ, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നോക്ക്, മർദാനി ബ്രേവ് ലൈക്ക് മാൻ.
ഭഗ്നെ ബ്രോക്കൺ വിജയ് മാലാസി ലൈക്ക് വിക്ടറി. അപ്പൊ ഇതുപോലെ ചിരി പെർമനന്റ് വരെ നിങ്ങൾ വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗ് ഇല്ലേ, ഒരു പേജ് കോപ്പി റൈറ്റിംഗ്. മറന്നുപോലെ കോപ്പി റൈറ്റിംഗ് ബുക്ക് എഴുതാൻ. ഇതെല്ലാം ഇപ്പൊ നവംബർ 1 സ്കൂളിൽ വരുമ്പോ കൊണ്ടുവരണ്ടേ? ആ, എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചോട്ടോ. അതില് ഓറൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശ്നോക്ക് ഉത്തർ ബതാവോ. ബതാവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുവിന്നാണ്, അത് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇസ് കവിതയ്ക്ക് കവിത്രി കാ നാം ബതാവോ. ഈ കവിതയിലെ കവിത്രിയുടെ പേര്. സുഭദ്രകുമാരി ചൗഹാൻ. സുഭദ്രകുമാരി ചൗഹാൻ. എല്ലാവർക്കും കിട്ടിയോ? ഈ കവിതയിലെ കവിത്രിയുടെ പേരെന്താ? സുഭദ്രകുമാരി ചൗഹാൻ. സ്വതന്ത്രതാ കി ദിവ്യ ആരതി കിസ്നെ ഫേരി थी. ആരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പോരാടിയ യുവതി? കിസ്നെ? റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ ഝാൻസി റാണി. ओके. कवियत्री ने किसको झांसी की रानी की अंतिम लीला स्थली कहा है? ഈ കവിയത്രി സുഭദ്രകുമാരി ചൗഹാൻ ഝാൻസി റാണിയുടെ അവസാനത്തെ മേഖല, ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് എവിടെയാണ് പറയുന്നത്? ബുന്ദേൽഖണ്ഡ്. ബുന്ദേൽഖണ്ഡ് കേട്ടോ സ്ഥലത്തിന്റെ പേര്. വീർ കാ മാൻ കബ് ബഡ് ജാതാ ഹൈ. എപ്പോഴാ വർദ്ധിക്കുക? വീരന്മാരുടെ അഭിമാനം വർദ്ധിക്കുന്ന എപ്പോഴാ? ഒരു വരി എവിടെയും കണ്ടോ? वीर का मान कब बढ़ जाता है? എപ്പോഴാണ്? അതായത് പൊതുവെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? തേർഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ്. थर्ड पैराग्राफ. बढ़ जाता है मान वीर का रण में बलि होने से. എങ്ങനെയാണ്? നമ്മുടെ രക്തം നമ്മുടെ ഭാരതമാതാവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ബലി അർപ്പിക്കുമ്പോഴല്ലേ, നമ്മുടെ രക്തം വീഴുമ്പോൾ, നമ്മുടെ ശവം വീഴുമ്പോഴാണ് നമുക്ക് വീരന്മാരുടെ അഭിമാനിക്കാൻ പറ്റുക അല്ലേ? നമ്മളൊന്നും പ്രവർത്തിക്കാതെ ഇങ്ങനെ ഇരുന്നാല് നമുക്ക് അഭിമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ ആൻസർ കേട്ടോ. അത് രണമേ ബലി ഹോനേസ് അല്ലെങ്കിൽ ബലിദാൻ കർണേ കേ ലിയേ, നമ്മുടെ ജീവൻ രാജ്യത്തിന് വേണ്ടി ബലി അർപ്പിക്കുമ്പോഴാണ്. ലിഖിത പ്രശ്നം, झांसी की रानी कहाँ और किस युग में बिगड़ गई थी? ഝാൻസി റാണി എവിടെ, ഏതൊക്കെ രൂപത്തിലാണ് വിതറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ? ബുന്ദേൽഖണ്ഡില്. മിസ് പൂ. പൂക്കൾ അല്ലെ, പൂക്കളുടെ ഇതളുകളൊക്കെ വിതറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? യെസ്. അതിന്റെ ആൻസർ മിസ് എഴുതിയിട്ട് അയച്ചേരേണ്ടി വരും. सेकंड क्वेश्चन, कवियत्री को अब रानी से भी अधिक रानी की समाधि क्यों प्रिय है? कवियत्री റാണിയുടെ സമാധി എന്നല്ല, റാണിക്ക് സമാധി ക്യോ പ്രിയ ഹെ. എന്തുകൊണ്ടാണ് റാണിക്ക് സമാധി എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? അവൾ ആരാണ്? മർദാനിക്ക് തരഹി ഹെ അല്ലേ?
പുരുഷന്മാരെ പോലെയാണ്, പുരുഷന്മാരുടെ അത്രയും ശക്തിശാലിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. റാണി കി സമാധിക്കോ ചിര സമാധി ക്യോ കഹാ ഗയാ ഹൈ? എന്തുകൊണ്ടാണ് ചിർ സമാധി എന്നും കൂടി പറയാനുള്ള കാരണം? അത് തന്നെയാണ് ആൻസർ. എന്ത്? അവിടെ പുരുഷന്മാരെ പോലെ പൊരുതി മരിച്ചത് കൊണ്ടാണ് ചിർ സമാധി എന്ന് പറയാൻ കാരണം. इस कविता के आधार पर रानी की वीरता के विषय में अपने विचार लिखो. അത് നിങ്ങളുടെ വിചാരം, അതുകൊണ്ട് എന്റെ വിചാരമല്ല. ഈ കവിതയെ ആധാരമാക്കിക്കൊണ്ട് റാണി ലക്ഷ്മിബായിയുടെ വീരതയെ കുറിച്ച്, ധൈര്യത്തെ കുറിച്ച് നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ ചിന്ത എഴുതി വെക്കാൻ. അത് മിസ്സിന്റെ ചിന്തയായിട്ട് മിസ് എഴുതി അയച്ച. നിങ്ങൾ ചിന്തിക്കുമ്പോ പ്രശ്നം വരും അല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കാൻ വിട്ടാ പ്രശ്നം വരും. അപ്പൊ മിസ് കൂടി ഹെൽപ്പ് ചെയ്യാം. കേട്ടോ ഫെയ്ത്ത്? ഫെയ്ത്ത് ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങിയോ? ഇല്ല. फिफ्थ, इस कविता को पढ़कर स्वतंत्रता सेनानियों के प्रति आपके हृदय में कैसा भाव उत्पन्न होते हैं? ഇതിൽ എനിക്ക് ഒരു ഇതുമില്ല കേട്ടാ. എന്താ ഈ ക്വസ്റ്റ്യന്റെ മീനിങ്? ഈ കവിത വായിച്ചിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട്, നിങ്ങളുടെ ആ സ്വാതന്ത്ര്യ സമര സേനാനി ആരെങ്കിലും ആയിക്കോട്ടെ, മഹാത്മാഗാന്ധിയോ ഗോപാലകൃഷ്ണ ഗോഖലെയോ രവീന്ദ്രനാഥ് ടാഗോറോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇതുണ്ടാവൂലേ, ഒരു ഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാവൂലേ അവരോട് തോന്നുന്നത്? ദേഷ്യോ സ്നേഹോ കടപ്പാടോ ഒന്നും ഉണ്ടാവൂലേ? അതെന്താന്ന് നിങ്ങൾ എഴുതുന്നുണ്ട്. എനിക്കതിൽ യാതൊരു ഇതുമില്ല കേട്ടാ. അഞ്ചാമത്തെ ആൻസർ കാരണം എനിക്ക് തോന്നുന്നത് ആയിരിക്കൂല, എന്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കൂല ആൻമരിയൊക്കെ തോന്നല് അല്ലേ? ചിലപ്പോ എന്റെ മനസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോട് എന്താ തോന്നുന്നു പറയാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കില്ല ആൻമരിക്ക് തോന്നുന്നതായിരിക്കൂല ഫെയ്ത്തിനുണ്ടാവുക. നമ്മളെ മനസ്സെല്ലാം 8, 9 പേര് 9 മനസ്സായിരിക്കൂലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തേക്ക് വരട്ടെ. 8ാം ക്ലാസ്സിലല്ലേ? നിങ്ങളെ മനസ്സിലെല്ലാം പുറത്തേക്ക് വരട്ടെ. അഞ്ചാമത്തെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് പുറത്തേക്ക് വരുത്തിട്ട് എഴുതുക കേട്ടോ. അപ്പൊ 4 മിസ് സഹായിക്കാം. കാരണം ഇത് 4ാമത്തെ വരെ. 5ാമത്തെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെന്റൻസ് എഴുതാൻ പറ്റും. തെറ്റിയാലൊന്നും മിസ് ഒന്നും നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് ആവുന്നത് സ്വന്തമായിട്ട്. നിങ്ങൾ ഇനി കുറെയെല്ലാം സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മിസ് അന്നേരം തിരുത്തിക്കോളാം. ഓക്കെ ഓക്കെ. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് തന്നു, പേജ് നമ്പർ 41 വരെ. അപ്പൊ 38 വർക്ക് മറന്നുപോയേക്കല്ലേ? പാരഗ്രാഫ് വായിച്ചിട്ട് ഫസ്റ്റ് ചോദ്യം ശീർഷക് ലിഖോന്നുണ്ടാവും. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് എന്നാണ് അർത്ഥം. ആ കഥയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കാൻ. എല്ലാവരും നല്ല ഹെഡിങ് കൊടുക്കണേ. സാധാരണ നമ്മള് മക്കളെല്ലാം പേരിടാൻ പോലെ എവിടെയെന്ന് പള്ളിയിൽ പോയിട്ട് പേരിടും അല്ലെ, അമ്പലങ്ങളിൽ പോയിട്ട് പേരിടും അല്ലേ? അപ്പൊ അതുപോലെ പാരഗ്രാഫോ കവിതയൊക്കെ തന്നാൽ പേരിടുമ്പോ അതിനുണ്ട് പല നിയമങ്ങള്. അവിടെ എവിടെയും കൊണ്ടുപോകുന്നില്ലെങ്കിലും ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് ഏതിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് മാത്രം ഹെഡിങ് ഇടുക. നമ്മളെങ്ങനല്ലേ പേരിടുക? അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, അമ്മേന്റെ പേരിന്റെ 2ാമത്തെ അക്ഷരം, അമ്മമ്മേന്റെ പേരിന്റെ 3ാമത്തെ അക്ഷരം, ഇതൊരു പേരിടും. ഇല്ലേ നമ്മുടെ അല്ലേ ഫെയ്ത്ത്? ഫെയ്ത്ത് അല്ല, ഓരോ പാരഗ്രാഫിന്റെ ഫസ്റ്റത്തെ ലെറ്റർ വെച്ചൊന്ന് ഇട്ടാ മതിയോ? ഫസ്റ്റത്തെ ലെറ്റർ വെച്ചിട്ടാ മതിയോ? അയ്യോ അങ്ങനെ ഇല്ല. അതല്ലേ പറഞ്ഞത്. അങ്ങനല്ലേ നമ്മള് പേരിടല് അങ്ങനെയല്ലേ? ഇല്ലേ നമ്മളെ മതഗ്രന്ഥത്തിൽപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട അർത്ഥമുള്ള ഫെയ്ത്ത്. ഒരാളെ പേരിന്റെ മീനിങ് അറിയാം നിങ്ങൾക്ക്? ആൻമരിയ പറഞ്ഞ എന്നാന്ന്, ഷോൺ എന്ന് പറഞ്ഞ എന്നാന്ന്, അതിന്റെ മീനിങ് ഒരു മീനിങ് ഉണ്ടാവൂലേ, അർത്ഥം ഉണ്ടാവൂലേ? എന്താ ഷോണേ? ഷോണിന്റെ പേരിന്റെ അർത്ഥം അറിയാം? ഷോൺ എന്ന് പറഞ്ഞ എന്താ പേരിന്റെ അർത്ഥം, മീനിങ് ഉണ്ടാ? ഇജാസ് എന്നില്ല എന്തെങ്കിലും മീനിങ് ഉണ്ടോ മോനെ? നിങ്ങളുടെ ഉണ്ടാവും. ഇജാസ് എന്ന് പറഞ്ഞ പേരൻസിനോട് ചോദിച്ചാൽ പറയാൻ പറ്റും. അവരെന്തെങ്കിലും ഒരു മീനിങ് വെച്ചുകൊണ്ടായിരിക്കും പേരിട്ടുണ്ടാവുക. എന്തെങ്കിലും അർത്ഥമുള്ള എന്തെങ്കിലും മീനിങ് ആയിരിക്കും കേട്ടാ. ശോഭിക്കുന്നവൻ, തിളങ്ങുന്നവൻ, നല്ല ഗുണമുള്ളവൻ,
അങ്ങനെല്ലാം പേരിടുന്നുണ്ടാവും അല്ലെ ശ്രീദേവേ? അങ്ങനെല്ലാം പേരിടല്. ആ അപ്പൊ അതുപോലെ പാരഗ്രാഫിന് ഹെഡിങ് പേരിടുമ്പോ കുറച്ച് അർത്ഥമുള്ള പേര് തന്നെ ആയിരിക്കണേ. പേജ് നമ്പർ 42. കവിത की पंक्तियां का मिलान करो. मैच दी following. എന്ന് വേണ്ടേ? ഒന്നുമില്ല. കവിത പോയം എടുക്കുക, അതിന്റെ ബാക്കി ലൈൻ വലത് സൈഡിൽ ഉണ്ടാവും, അത് ചേർക്കുക. इस समाधि में छिपी हुई है लेडी बीरबाला सी. അത് ഒരു ലൈൻ. നെക്സ്റ്റ് ലൈൻ यह कही वह बिगड़ गई थी. ഭഗ്നി തേർഡ് ഭഗ്നി വിജയ് മാലാസി. അവിടേക്ക് മാർക്ക് ചെയ്തോ. ഭഗ്നി വിജയ് മാലാസി. സഹേബ് വാർ पर वार अंत तक. ലെഡി അതെങ്ങനെ മാറിപ്പോയേ? അതിവിടെ ഇല്ലല്ലോ മിസ്സേ, അത് ഏറ്റവും അവസാനത്തേതാ ഉള്ളത്. ഈ സമാധാനം ചുക്ക് അതെ മക്കള് മാറ്റിക്കോട്ടോ. ഫസ്റ്റിലത്തെ മാറിപ്പോയതാണ് അവര് മാർക്ക് ചെയ്തത്. ഏക്ക് രാഖി ഡേരി അല്ലേ ഫസ്റ്റിലത്തെ വേണ്ടത്. അതൊന്ന് മക്കളെന്നെ മാർക്ക് ചെയ്തോ, മാറ്റിക്കോ. അവര് അടയാളപ്പെടുത്തുമ്പോ മാറിപ്പോയതാണ്. ഫസ്റ്റിലത്തെ ഈ സമാധി മേ ചിപ്പി ഹുയി ഹെ എന്നതിന്റെ ബാക്കി വരിക ഏക്ക് രാഖി ഡേരിയാണ്. അവർക്കും തെറ്റുപറ്റും. അപ്പൊ എല്ലാ അച്ഛനെ നോക്കി പഠിച്ചൂടാ. മിസ് മനസ്സിലായില്ല മിസ്. ഫസ്റ്റ് വൺ ഏതിലേക്കാ? ഫസ്റ്റ് വൺ ഏതിലേക്കാ? ഏതിലേക്കാണ്? അതിലില്ലേന്ന് തൊട്ട് മുകളിൽ ഏക്ക് രാഖി ഡേരി. അത് പോയമിലെ ലൈൻ നോക്കിയാൽ മതി, മനസ്സിലാവും. ഒരു ലൈനാണത്, ഒരു വരി. നെക്സ്റ്റ് യഹി കഹീം വഹ് ബിഗർ ഗയി ഥി എന്നുള്ളത് ഭഗ്നി വിജയ് മാലാസി. തേർഡ് സഹേ വാർ पर वार अंत तक ആണ് എന്ത് ലെഡി. അവര് മാർക്ക് ചെയ്തത് അടുത്തേക്കാ മാർക്ക് ചെയ്തത്. മൂന്നാമത്തത് ലെഡി ബീർബാലാസി. ക്ലാസ് കട്ടാവാറായി. എല്ലാരും ഇതുവരെയുള്ള വർക്കുകൾ ഇന്ന് തന്നെ ചെയ്ത് അയക്കണം. ഇങ്ങനെ ചെയ്ത് അയച്ചാൽ അറിയാലോ മാർക്ക് നന്നായിട്ട് കിട്ടും. കോപ്പി റൈറ്റിംഗ് ഒരു പേജ് എഴുതണം. ഹോംവർക്ക് എല്ലാം എഴുതി അയക്കാം. ഓക്കെ ബൈ, സി യു. ബാക്കി രണ്ടെണ്ണം നിങ്ങള് മാച്ച് ദി ഫോളോവിങ് കണ്ടുപിടിച്ച് സ്വന്തം കണ്ടുപിടിച്ച് എഴുതുക, പോയം നോക്കിയിട്ട് കേട്ടാ. കുറച്ച് നമുക്ക് പണിയെടുക്കാലോ. ഒക്ടോബറിൽ പണിയെടുത്ത് നവംബറിൽ സ്കൂൾ തുറക്കാനാകുമ്പോ എല്ലാം ഈസി ആവും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് ലാസ്റ്റത്തെ ലെഡി ബീർബാലാസി. സ്കൂൾ തുറക്കോ? തുടക്കണ്ടേ? ഫെയ്ത്ത് എന്ന് പറഞ്ഞ് തുടക്കൂലേ? നാലാമത്തത് ഒന്നിലേക്കാണ്, നാലാമത്തത് ഫസ്റ്റിലേക്ക്, അഞ്ചാമത് സെക്കൻഡിലേക്കും. കംപ്ലീറ്റ് ആക്കിക്കോ.